ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലീൻസ് കഫേ. ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തുംദേന സാത്തുമേരോ ഹംനവ എന്ന സീരിയലിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പം ബാക്കി എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കൊടുത്തേക്കാം, ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആരുവിൻ്റെ തിലകിൻ്റെ ചടങ്ങിൻ്റെ ഇടയ്ക്ക് ഉള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് ലാസ്റ്റ് എപ്പിസോഡിൽ. അപ്പോൾ അപരാജിതയോട് ആരുവിൻ്റെ ഭാവി അമ്മായിമ്മ പറയുകയാണ്, നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും എനിക്കറിയാം. നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെന്താ നടന്നത്, അവിടെ നിങ്ങൾ ബിസിനസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെയൊക്കെ ആളുകളും ബന്ധുക്കളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുവാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബന്ധം ഇനി വേണോ വേണ്ടേ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ, ഇപ്പോൾ തിലകല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷിത്തിൻ്റെ വീടാണ്. രക്ഷിത്ത് ഇങ്ങനെ പ്രോഗ്രാം കൊളായതിനെ പറ്റിയും പാവക്കൂത്ത് കൊളായതിനെ പറ്റിയൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ എത്ര സന്തോഷിച്ചിരുന്ന അച്ഛനായിരുന്നു. പെട്ടെന്ന് ആ ഒരു സീൻ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ ആ പാവക്കൂത്തിലെ ട്രാജഡി കണ്ടപ്പോൾ ആകെ മുഖം മാറി പുള്ളിയുടെ അവസ്ഥ മോശമായതെന്നൊക്കെ ഓർത്ത് രക്ഷിത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ അമ്മ പറഞ്ഞു, ഒന്നും നീ കാരണമല്ല, എല്ലാം എന്തിനാണ് നിൻ്റെ കാരണത്തിലാന്ന് പറയുന്നത്, നീ കാരണം സംഭവിച്ചൊന്നുമല്ല, അതാരുടെയോ മിസ്റ്റേക്കാണ്, ഇതിപ്പോൾ ആരായിരിക്കും സ്ക്രിപ്റ്റ് മാറ്റുക എന്നിങ്ങനെ പറയുമ്പോൾ രക്ഷത്തിൻ്റെ വല്യമ്മ വന്നിട്ട് പറയുകയാണ്, നമുക്കാണോ ഇവിടെ അത് മാറ്റാൻ ആളില്ലാത്തത്. അപ്പോൾ പാവക്കുത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുന്നത്, അത് മാറ്റാൻ ഇവിടെ ആരാണ് ആളില്ലാത്തത്, നമുക്ക് എന്തോരം ശത്രുക്കളുള്ളതാണ്, അവരാരെങ്കിലും ഒരാളായിരിക്കും മാറ്റിയതെന്ന് ഇങ്ങനെ രക്ഷത്തിൻ്റെ വല്യമ്മ തന്നെ വന്ന് പറയണം. അവർ തന്നെയാണ് മാറ്റിയത് എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, എന്തോ അവരെ സപ്പോർട്ട് ചെയ്യണ പോലെ. അപ്പോൾ പിന്നെയും വല്യമ്മ വന്ന് അവനെ കുത്തി നോക്കിയാണ്, നീ കാരണമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അപ്പോൾ കുറച്ചുകൂടെ നീ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ആളുകളുടെ മുന്നിൽ നാണം കെട്ട്, നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു നിനക്കൊക്കെ എന്ന് പറഞ്ഞ് അവനെ പിന്നെയും കുത്തി നോക്കിയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തിനാണ് അവനെ ഇങ്ങനെ വീണ്ടും നോക്കുന്നത്, ഒരു പ്രാവശ്യം അവനെ ഞങ്ങൾ കരകയറ്റി കൊണ്ടുവന്നതാണ് അവൻ്റെ അവസ്ഥയെന്ന് നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തിട്ട് ഇനി അവനിങ്ങനെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയുമ്പോൾ രക്ഷിത്ത് പറഞ്ഞ, വല്യമ്മേനെ വഴക്കിടണ്ട, വല്യമ്മ പറയുന്നത് ശരിയാണ്, ഞാൻ കാരണം തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ വല്യമ്മ പറയുന്നുണ്ട്, നീ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ ഇപ്പോഴും പഴയ പോലെ ഇരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് അവനോട് പറയണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വല്യമ്മയുടെ മോൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഇവരുടെ മരുമോൾ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് രക്ഷിതിൻ്റെ അമ്മ പറയുന്നത്. അവരുടെ പേര് രവീണ എന്നാണ്. അവർ ഇവരുടെ മോന് രക്ഷിതിൻ്റെ ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പോൾ അവൾ കാരണമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് രക്ഷിതിൻ്റെ അമ്മ പറയണം, അല്ലാതെ നീ കാരണമല്ല എന്നൊക്കെ പറയുമ്പോൾ വല്യമ്മ പറയണം, അവളങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അതിനെ ഈ രീതിയിൽ എത്തിച്ച ഇവനല്ലേ, എന്തിനാണ് സുധേ നീ ഇങ്ങനെ അവൻ്റെ പക്ഷം പറയുന്നത്, നമ്മുടെ മക്കളാണെന്നുള്ള ശരിയാണ്, പക്ഷേ ചെയ്ത തെറ്റ് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുകയാണ്. ഇതാണ് രവീണ, ഇതാണ് രക്ഷിതിൻ്റെ ഏട്ടത്തി. അപ്പോൾ രക്ഷിത്തിൻ്റെ ഏട്ടത്തി ആ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് അവൻ്റെ ഏട്ടൻ്റെ മോളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് അവിടുന്ന്. അപ്പോൾ രക്ഷിത്ത് തിരിച്ച് വിളിക്കാനായിട്ട് ചെന്ന് അവരുടെ കാല് പിടിക്കുകയാണ്, ഏട്ടത്തി വീട്ടിലേക്ക് വാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ. ചേട്ടത്തി വന്നതുകൊണ്ട് വീട്ടിലെല്ലാവരും ഭയങ്കര ദുഃഖത്തിലാണ്. അപ്പോൾ മോളെ കൂടെ എന്തിനാണ് കൊണ്ടുപോയത്, അപ്പോൾ ചേട്ടനും വലിയ വിഷമത്തിലാണ്, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം, ഞാൻ ചേട്ടനോട് സംസാരിക്കാം, ഒന്ന് പ്ലീസ് വീട്ടിലേക്ക് വാ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമമാണ്, വല്യമ്മയൊക്കെ വിഷമത്തിലാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, എന്നുവെച്ചാൽ പുള്ളിയുടെ ഏട്ടൻ്റെ വൈഫ് പറയുന്നുണ്ട്, അയാൾ എൻ്റെ മേത്ത് കൈ വെച്ചു, അതുകൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത്, ഇത്ര നാൾ ഞാൻ അവിടെ അവരെ അമ്മയും മോൻ്റെയും എന്നോട് കാണിക്കുന്നതൊക്കെ ഞാൻ സഹിച്ച്, എന്നെ കൈവച്ചപ്പോഴാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ അടിച്ചെന്നാണ് അവൾ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ച് വരത്തില്ല, ഡിവോഴ്സിൻ്റെ ഇതിൽ നോക്കുന്നുള്ള ഇവനോടും നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ്, അതൊന്നും നോക്കണ്ട, നമുക്ക് അതൊക്കെ ശരിയാക്കാം, ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കിക്കോളാം, ശരി സമ്മതിച്ച്, എൻ്റെ ചേട്ടൻ നിങ്ങൾ അടിച്ചു, അതൊക്കെ ശരി തന്നെയാണ്, അത് നമുക്ക് ആ ചേട്ടൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, അതിന് അങ്ങനെ ഒരു തെറ്റുണ്ടാവാതിരിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം, ദയവ് ചെയ്ത് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അവൻ അവളുടെ കാലിൽ വീണ് കെഞ്ചുവാണ്. എന്നുവെച്ചാൽ അവരുടെ കുടുംബം തകർന്നു പോകണമെന്ന് വെച്ചിട്ട് ഇവർ ഈ പറയുന്നതൊക്കെ ആരോ വീഡിയോ എടുക്കണതായിട്ട് കാണിക്കുന്നുണ്ട്, അത് ആരാന്ന് പറയണില്ല, ആരോ അത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഞാനിനി വരത്തില്ല, നിനക്ക് വരും നിൻ്റെ ചേട്ടനാണ് ഇപ്പോൾ എന്നോട് ഇങ്ങനെ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെ ആലോചിച്ചേനെ, ഇനി ഞാനും അങ്ങോട്ട് വരത്തില്ല, എൻ്റെ മോളുടെ മുഖം പോലും നിങ്ങളാരും ഇനി കാണത്തില്ല എന്നും പറഞ്ഞു അവനോട് ദേഷ്യപ്പെട്ടു പോവുകയാണ്.
ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നെ നിൻ്റെ ചേട്ടൻ അടിച്ചെന്ന് പറഞ്ഞ് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷിത്തിൻ്റെ വീടാണ്. ഇതൊക്കെ ഫ്ലാഷ് ബാക്കാണ്. ഇത് 4 വർഷം മുന്നത്തെ സ്റ്റോറി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ ചേട്ടനെ ഡൊമസ്റ്റിക് വയലൻസിന് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവനെ കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് ഫാമിലി മൊത്തം പറയണം. അപ്പം രക്ഷിത്തിൻ്റെ അച്ഛൻ തടഞ്ഞു നിർത്തുകയാണ് അവനങ്ങനൊന്നും ചെയ്യത്തില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവനങ്ങനെ ചെയ്യില്ല, അവനെ വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോൾ ആ ഇൻസ്പെക്ടർ പറയണം നിങ്ങളുടെ മകൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യനെ ഇദ്ദേഹം അടിച്ചു എന്ന് നിങ്ങളുടെ മകൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഇത് രക്ഷിത്ത് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, തെളിവ് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ രക്ഷിത്തും അവൻ്റെ ഏട്ടത്തിൽ സംസാരിക്കുന്നത് ഒരാൾ റെക്കോർഡ് ചെയ്യണ കാണിച്ചില്ല. ആ റെക്കോർഡ് ഇവർക്ക് ഫാമിലിക്ക് മൊത്തം കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട രക്ഷിത്ത് തന്നെ സമ്മതിച്ചിട്ടുണ്ട് അവൻ ചേട്ടത്തിനെ അടിച്ചിട്ടുണ്ടെന്ന്. ഇതിൽ കൂടുതലിന് എന്ത് തെളിവാണ് വേണ്ടത്? സത്യത്തിൽ ഞങ്ങൾ ആദ്യം ഒരു കേസ് കൊടുത്തപ്പോൾ വിശ്വസിച്ചിരുന്നില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പിച്ച് ഇവനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവനവൻ്റെ ഭാര്യനെ അടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അല്ലെങ്കിൽ സ്വന്തം അനിയൻ തന്നെ സമ്മതിക്കത്തില്ലല്ലോ ചേട്ടൻ്റെ വൈഫിനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് അവർ അതും പറഞ്ഞ് അവനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് ഇവർ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത് വീടിൻ്റെ. അപ്പോൾ ഇങ്ങനെ നടന്ന് പടിയുടെ അടുത്തെത്തിയപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ഉന്തും തള്ളിലും പെട്ടിട്ട് സ്റ്റെയറിൽ നിന്ന് താഴെ വീഴുവാണ്. താഴെ വീണ പുള്ളി തലയടിച്ച് മറിഞ്ഞ് താഴെ വീഴുവാണ്. അച്ഛൻ നിലത്തേക്ക് വീഴുന്നത് കണ്ടാണ് രക്ഷിത്ത് വരുന്നത്. പടിയിലൂടെ രണ്ട് തലയൊക്കെ എല്ലായിടത്തും ഇടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ പേടിച്ച് വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നിടത്ത് വെച്ചിട്ട് ഈ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസൻ്റാണ് കാണിക്കുന്നത്. അതിൽ രക്ഷിത്ത് പറയുകയാണ് ഞാൻ കാരണം ഉണ്ടായ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം, വല്യമ്മ അതിൽ വിഷമിക്കേണ്ട എന്ന് പറയുന്നത്. സത്യത്തിൽ വല്യമ്മയ്ക്ക് ദേഷ്യം തന്നെ ഇവൻ കാരണം അവരുടെ മകൻ ജയിലിലായതുകൊണ്ടാണ് രക്ഷിത്തിനോടും എൻ്റെ ഫാമിലിയോടും വല്യമ്മയ്ക്ക് ഇത്ര ദേഷ്യം. പിന്നെ അടുത്ത സീനിൽ വീണ്ടും ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. രക്ഷിത്തിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് അദ്ദേഹത്തിന് ഇനി ഓർമ്മയുണ്ടാവും, പക്ഷേ നമ്മളത് അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന പോലെ ഇരിക്കും. പുള്ളിക്കൊരു അൽഷമർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ വീഴ്ചയിൽ ആ കഥത്തിൽ തലയുടെ ന്യൂറോണുകൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇതിനെ എൻകറേജ് ചെയ്ത് പുള്ളിക്ക് ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാം, അങ്ങനെ പറ്റുള്ളൂ. സ്വന്തം മക്കളെയും ഭാര്യേൻ്റെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. ഇപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ചില സമയത്ത് ഓർമ്മയുണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. അപ്പോൾ നമുക്കതിൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആയാൽ കൂടുതൽ വഷളാവും. നമ്മൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ കൊണ്ടു നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അത് കഴിഞ്ഞിട്ട് രക്ഷിത്തിൻ്റെ അമ്മാവനെ കുറ്റപ്പെടുത്തുകയാണ്. നിൻ്റെ ചേട്ടത്തി ഇതിന് കാരണമാണെങ്കിൽ നീ അതിനേലും വലിയ കാരണമായിട്ടുണ്ട് ഇതിന്, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തീർക്കുമായിരുന്നു, നീ എന്തിനാ ഇടപെട്ടതെന്ന് ചോദിച്ച് അവൻ്റെ അമ്മാവനെ കുറ്റപ്പെടുത്തുന്ന വെച്ച് ഫ്ലാഷ് ബാക്ക് അവസാനിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അവിടെ ഫങ്ഷൻസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ രോഹൻ്റെ അമ്മയോട് പറയുകയാണ്, ആരുവിൻ്റെ ചേച്ചീനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, നമുക്കിവളെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണ്ടി ആലോചിച്ചാലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രോഹൻ്റെ അമ്മ പറയാണ്, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ആളുണ്ടെങ്കിൽ പോലും ഇവളെ കൊണ്ട് കെട്ടിക്കാൻ പറ്റത്തില്ല, ഇവളുടെ കല്യാണം ആദ്യം തന്നെ കഴിഞ്ഞതാണ്, പിന്നെ ഇവൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു ഭാഗ്യം കെട്ട പെണ്ണിനെ ഞാൻ കെട്ടത്തില്ല, എല്ലാത്തിലും ഫെയിലാണ്, എല്ലാത്തിലും തോൽവി മാത്രമാണ്, ആരും എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ജയിച്ച് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ രോഹൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം, ഇപ്പോൾ ഫാമിലി മൊത്തം ഉണ്ടല്ലോ, നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അമ്മേനെയും എല്ലാവരെയും വിളിച്ച് ഫോട്ടോ എടുക്കാൻ പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ വീടാണ്. അപ്പോൾ രക്ഷിത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സത്യത്തിൽ ആ വീഡിയോ എടുത്തതും ഈ സ്ക്രിപ്റ്റ് മാറ്റിയതിലും തമ്മിൽ എന്തോ കണക്ഷനുണ്ട് എന്ന് പറഞ്ഞ് അവനിങ്ങനെ ഫീൽ ചെയ്യുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അപ്പോൾ അവർ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് സെറ്റായി നിൽക്കുവാണ്. അപ്പോൾ അപരാജിതനെ വിളിക്കുകയാണ്, നീ ഇല്ലാതെ എങ്ങനെ ഫാമിലി കംപ്ലീറ്റ് ആവുന്നു, നീയും കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞ് അവളെയും കൂടെ നിർത്തുകയാണ്. രോഹൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോ എല്ലാവരും കാണിക്കുകയാണ്. എടുത്ത ഫോട്ടോ എല്ലാവരും കാണിക്കുമ്പോൾ ആരുവിൻ്റെ അമ്മായിയമ്മ പറയും, നീ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുവാണെങ്കിൽ ഞങ്ങളൊന്ന് ടാഗ് ചെയ്യണ്ട, കാരണം ഞങ്ങളൊക്കെ തറവാടികളാണ്, നിങ്ങളെപ്പോലല്ല. അപ്പോൾ ആരു സ്വിമ്മിങ് ചാമ്പ്യനാണ്, അവൾ കോളേജ് റാങ്ക് ഫസ്റ്റാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവിടെ സ്വിമ്മിങ് സൂട്ടിലെ ഫോട്ടോസൊക്കെ അവൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ നീ ഞങ്ങളെ ടാഗ് ചെയ്താൽ നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഫോട്ടോയ്ക്ക് ആരെങ്കിലും എടുത്ത് നോക്കിയാലും ഞങ്ങൾക്ക് നാണക്കേടാണ്, ഞങ്ങൾ തറവാടികളാണ്, ഞങ്ങൾക്കത് നാണക്കേടാണ്, അതുകൊണ്ട് അങ്ങനെ ഇടണ്ട കേട്ടോ എന്ന് പറയണം. ഇവരുടെ മകനിത് കേൾക്കുന്നുണ്ട്, അവനാണെങ്കിൽ ഒരു കിഴങ്ങനാണ്, അവനിതൊക്കെ കേട്ട് സ്വന്തം പെണ്ണിനെയാണ് ഇതൊക്കെ പറയുന്നത്, പക്ഷെ അവനിതൊക്കെ കേട്ട് ഒരു മൈൻഡില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അപരാജിത അതിനെ എതിർക്കുകയാണ്. അവൾ വന്നിട്ട് പറയണം, അത് വെറും
ഫോട്ടോസ് മാത്രമല്ല അവളുടെ കഷ്ടപ്പാടാണ്. അവൾ വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് 2 മണിക്കൂർ സ്വിമ്മിംഗ് പൂളിൽ അധ്വാനിച്ച് അവൾ സ്റ്റേറ്റ് ചാമ്പ്യനായി, കോളേജ് ടോപ്പായി. അവളതൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ആ ഫോട്ടോസ്. അതിൽ വൾഗറായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയാണ്. അവളുടെ ഡ്രസ്സിങ്ങിനെയല്ല നിങ്ങൾ പറയുന്നത്, ഡ്രസ്സിങ്ങിൻ്റെ അല്ല, ഇതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയുടെ ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മേനെ ചോദ്യം ചെയ്യണം. അപ്പോൾ ഇത് കേട്ട് രോഹൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് രോഹനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മതിയായല്ലോ, ഇനി പോകാമല്ലോ, നിൻ്റെ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞില്ലേ, ഇതിലേക്കുള്ളിൽ നിന്നെ എന്ത് കേൾപ്പിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് രോഹനെ വിളിച്ചിട്ട് പോകാൻ നിൽക്കണം. അപ്പോൾ ആര് പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഇടത്തില്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനങ്ങനെ ഇടത്തില്ല, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ ഞാൻ ടാഗ് ചെയ്യില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവളുടെ ലൈഫ് പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ സമ്മതിക്കണം. പക്ഷേ ഇത് വേറെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. മകളെ അപമാനിച്ചു, പിന്നെ അവളും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ അവളെ വിഷമിപ്പിക്കരുത്, അവളുടെ ആദ്യത്തെ ഒരു ഫങ്ഷനല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അപ്പുവിൻ്റെ അമ്മ അവളോട് പറയുന്നുണ്ട്, നീ ഇതിലൊന്നും ഇടപെടണ്ട, വലിയവർ സംസാരിക്കുകയില്ല, നീ എന്തിനാ അവരെ ചോദ്യം ചെയ്യാൻ പോയെന്ന് പറയുകയാണ്. അപ്പോൾ ആരുവിനാകെ വിഷമാവുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഒന്നും വിചാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ സീൻ ഓക്കെ ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ രോഹൻ്റെ അമ്മ വേഗം രോഹനെ വിളിച്ചിട്ട്, ഇനി പോകാം, ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കേൾക്കാൻ, ആരുടെ വായിരിക്കണം കേൾക്കാൻ ഇനി ബാക്കിയില്ല, വന്നപ്പോൾ തൊട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഞാൻ കേൾക്കുകയാണ്, നീ കാരണം ഇതൊക്കെ കേൾക്കേണ്ടി വന്ന, അവൻ്റെ ഒരു പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷ്യത്തിൻ്റെ വീടാണ്. അപ്പോൾ രക്ഷ്യത്തിൻ്റെ വല്യമ്മ പറയാണ്, അവിടെ നർമ്മദ, ഇത് നടക്കുന്ന മധ്യപ്രദേശ് ഇൻഡോറിലാണ്. അപ്പോൾ അവിടെയാണ് ഈ നർമ്മദ നദി, അവർ ഈ ഗംഗാ നദി പോലെ തന്നെ ഭയങ്കര പുണ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ദേവിയാണ് നർമ്മദാ ദേവി. അപ്പോൾ ആ ഭാഗത്തുള്ള എന്ന് വെച്ചാൽ ആ സിറ്റിയിലുള്ള ഏറ്റവും ടോപ്പ് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസുകളൊക്കെയാണ് നർമ്മദാ ദേവിക്ക് എല്ലാ വർഷവും ഇങ്ങനെ സാരി സമർപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്, മഹേശ്വരി സിൽക്ക് എന്ന് പറയും. അപ്പോൾ അതൊരു ബ്രാൻഡാണ്, മഹേശ്വരി സിൽക്ക് എന്ന് പറയും. അപ്പോൾ അത് ഇവരുടെ കമ്പനിയാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവൻ്റെ അച്ഛന് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ പിന്നെ ആ കോൺട്രാക്റ്റ് പറഞ്ഞതിന് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന വല്യമ്മയുടെ മോൻ അവിടെ നിന്ന് വെള്ളമൊടിക്കുവാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വന്നിട്ട് വല്യമ്മ പറയണം, നീ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു, നിൻ്റെ അനിയൻ ഇപ്പോൾ ഏത് ലെവലിലാണെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തണം. അപ്പോൾ അവൻ പറഞ്ഞ്, എൻ്റെ അമ്മ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു പറഞ്ഞു, പിന്നെ ഞാൻ കുടിക്കാതെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ വല്യമ്മയ്ക്ക് മനസ്സിലായി, സ്ക്രിപ്റ്റ് മാറ്റിയ കാര്യം മകൻ അറിഞ്ഞെന്ന് മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സ്വന്തം കുടുംബത്തെയാണ് നിങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മേനെ അവൻ വഴക്കിടുവാണ്. അപ്പോൾ വല്യമ്മ പറയണം, നീ കാരണം തന്നെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്, നിൻ്റെ ഈ വെള്ളവടി കാരണമാണ് നിൻ്റെ ഭാര്യയും കുഞ്ഞും നിന്നെ വിട്ട് പോയതെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തണം. അപ്പോൾ അവൻ പറഞ്ഞിട്ട്, ഞാൻ കാരണമല്ല, നിങ്ങളുടെ പോര് കാരണമാണ് അവൾ പോയത്, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടിയപ്പോഴാണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയത്, നിങ്ങൾ കാരണം എൻ്റെ മോളെപ്പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല, അവളൊരു പാവമായിരുന്നു, എൻ്റെ ഭാര്യ ഇവിടെ വന്നപ്പോൾ ഒരു പാവമായിരുന്നു, നിങ്ങൾ അവളൊരു വിഷപ്പാമ്പാക്കി മാറ്റിയതാണ് എന്നൊക്കെ വല്യമ്മയോട് പറയുകയാണ്. അപ്പോൾ വല്യമ്മ പറയും, നിങ്ങൾ തമ്മിലുള്ള വഴക്കണി ഇനിയിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിക്കുക, അവളൊരു ചീത്ത സ്ത്രീയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ ഇവരുടെ ഡയലോഗ് ഇങ്ങനെ പറയുകയാണ്, ഈ മോക്ഷം കിട്ടേണ്ട പ്രായത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വല്യമ്മ പറയുകയാണ്, ഈ കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റേണ്ട രീതി ഞാൻ നശിപ്പിക്കും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ നീ ചെയ്തോന്ന് പറയാം. അപ്പോൾ ഈ വല്യമ്മയുടെ ഹസ്ബൻഡും രക്ഷ്യത്തിൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ഈ ബിസിനസ്സും വീടും കുറേ സ്വത്തൊക്കെ ഉണ്ടാക്കിയത്. അവരല്ലെങ്കിലും ക്യാഷുള്ള ടീമാണ്, എന്നാലും അതൊക്കെ ഉണ്ടാക്കിയത് അവരാണ്. പക്ഷേ വല്യമ്മയുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ അതെല്ലാം രക്ഷ്യത്തിൻ്റെ അച്ഛനും കൂടിയാണ് നോക്കി നടക്കുന്നത്. ഇവരുടെ മകന് ഡോക്ടറാകാനായിരുന്നു ആഗ്രഹം, ബിസിനസ്സിനൊന്നും താല്പര്യമില്ല. അപ്പോൾ അവൻ അതുകൊണ്ട് അവൻ്റെ വഴിക്ക് അവൻ്റെ പ്രൊഫഷൻ നോക്കിയെടുത്തു. അതുകൊണ്ട് വല്യമ്മയ്ക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല എന്നുള്ളൊരു രീതി. ഇപ്പോൾ രാജാക്കന്മാരുടെ കഥയിലൊക്കെ നമ്മൾ പറയത്തില്ലേ, രാജാവിൻ്റെ അമ്മ രാജമാതാവും, അങ്ങനെയുള്ളൊരു രീതിയിൽ അങ്ങനെ ആയില്ലെന്നാണ് വല്യമ്മ പറയുന്നത്. അപ്പോൾ വല്യമ്മയ്ക്കെന്ന് വെച്ചാൽ അവിടുത്തെ മൊത്തം കാശ് വേണം, മൊത്തം സ്വത്തും വേണം, എല്ലാം അവരുടെ കൺട്രോൾ വരണമെന്നാണ്. അപ്പോൾ മകനത് ആ സ്ഥാനം ഏറ്റെടുക്കാത്തത് കൊണ്ട് ഇവർക്കത് കിട്ടിയില്ല. രക്ഷ്യത്തിൻ്റെ ഇതിലാണ് മിടുക്ക് കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതാണ് വല്യമ്മേനെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ കാര്യം. ഇപ്പോൾ വല്യമ്മ പറയാം, വല്യമ്മയുടെ ഒരു അനിയത്തിയുടെ മോളുണ്ട്, ഈര എന്നാണ് പേര്, അത് രക്ഷ്യത്തിൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷ്യത്തിനെ കല്യാണം കഴിപ്പിച്ചാലേ ശരിയാവുമെന്ന് ഇങ്ങനെ പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അപരാജിതയുടെ വീടാണ്. അപരാജിത വീണ്ടും മാപ്പ് ചോദിക്കുകയാണ് രോഹൻ്റെ അമ്മയടുത്ത്, സോറി, എൻ്റെ വായിന്ന് അറിയാതെ വീണു പോയതാണ്, ഇങ്ങനെ എൻ്റെ അനിയത്തിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് എനിക്ക് ദേഷ്യം വരും, അതുകൊണ്ടാണ്, അത് അവളുടെ കഷ്ടപ്പാടിൻ്റെ ബലമല്ലേ, അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നിടത്ത് വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.